നാനോ ഇൻഫ്ലുവൻസേഴ്സിനെ അല്ലെങ്കിൽ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന 4 ഗുണങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഈ നാനോ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000 ഫോളോവേഴ്സ് മുതൽ 10,000 ഫോളോവേഴ്സ് വരെയുള്ള ആളുകൾ. ഇനി മൈക്രോ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ ഒരു 10,000 ഫോളോവേഴ്സ് മുതൽ 1,00,000 ഫോളോവേഴ്സ് വരെയുള്ള ആളുകളെയാണ് നമ്മൾ മൈക്രോ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മാർക്കറ്റിംഗ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന 4 ഗുണങ്ങൾ. ഒന്ന്, ഹൈ എൻഗേജ്മെന്റ് റേറ്റ്. ഇവരെ എൻഗേജ്മെന്റ് റേറ്റ് എപ്പോഴും കൂടുതലായിരിക്കും. ഇവരെ ഫോളോവേഴ്സിനെക്കാട്ടും കൂടുതലായിരിക്കും ഇവരെ വ്യൂസ്, അതുപോലെ ഇവരെ കമന്റ്സ്, ഷെയർ, ലൈക്ക്, ഇതിൻ്റെയൊക്കെ പെർസെൻറ്റേജ് ഭയങ്കര കൂടുതലായിരിക്കും. രണ്ടാമതായിക്കൊണ്ട് നമുക്ക് എക്സാക്ട് നമ്മുടെ ടാർഗറ്റ് കസ്റ്റമറിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന് കോഴിക്കോട് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കി. അപ്പോൾ അവർക്ക് കോഴിക്കോടുള്ള ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗറെ ഒരു വീഡിയോ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് എക്സാക്റ്റ് ആയിട്ട് ആ കോഴിക്കോട് ടൗണിലുള്ള ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു സ്പെസിഫൈഡ് ടാർഗറ്റിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം നാനോ അല്ലെങ്കിൽ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിന് ഫിറ്റ്നസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും, ഫുഡിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും, ഹെൽത്തിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും, ഫാഷനിലും ഒക്കെ തന്നെ നമുക്ക് ഒരു സ്പെസിഫൈഡ് ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. മൂന്നാമതായിട്ട് കോസ്റ്റ് എഫക്റ്റീവ്. ഒരു വലിയ ഇൻഫ്ലുവൻസറെ വെച്ച് നോക്കുന്ന സമയത്ത് ഇവരെ കോസ്റ്റ് വളരെ കുറവായിരിക്കും. നാലാമതായിക്കൊണ്ട് ഇതൊരു റെക്കമെൻഡേഷൻ പോലെ ഫീൽ ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ കോഴിക്കോടുള്ള ഒരു ഫുഡ് ബ്ലോഗർ കോഴിക്കോടുള്ള റെസ്റ്റോറൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അത് റെക്കമെൻഡേഷൻ ആയിട്ട് ഫീൽ ചെയ്യും. ഇനിയിപ്പോൾ ഒരു ഫിറ്റ്നസിൻ്റെ ആൾ ഒരു ഫിറ്റ്നസ് എക്യുപ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അതും ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇത്തരം ചെറിയ ഇൻഫ്ലുവൻസർ ചെയ്യുന്ന സമയത്ത് നമ്മളെ പ്രൊഡക്റ്റ് അവരെ നെറ്റ്വർക്കിലേക്ക്, അവരെ കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു റെക്കമെൻഡേഷൻ കൊടുക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരിക്കും. അപ്പോൾ ചെറിയ ഇൻഫ്ലുവൻസർ നമ്മൾ യൂസ് ചെയ്യാവുന്ന മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമുക്ക് എൻഗേജ്മെൻറ്റ് റേറ്റ് കൂടുതലായിരിക്കും. 2, ഒരു ടാർഗറ്റ് കസ്റ്റമറിലേക്ക് റീച്ച് ചെയ്ത് ഹെൽപ്പ് ചെയ്യും. 3, കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. 4, നമ്മളൊരു പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻ ആയിക്കൊണ്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിക്കും.